Hello everyone, welcome back to our channel. It's me Priyanka and I hope you all are doing great. So guys, today I am going to react on another scene from the movie Turbo. And दोस्तों इसका जो इंट्रो सीन था it was really very mass and ममूटी सर का जिस तरह से एंट्री आपको देखने को मिलेगा वो बहुत ही ज़्यादा अच्छा लगेगा. So let's see आगे कहानी में क्या कुछ होता है. For that अगर आप लोग चैनल पर नए हैं then just subscribe कर लो, subscribe and keep supporting me and also don't forget to click on that bell icon to get notification of my upcoming videos. So let's get started the video. Okay, he came to hospital to see that guy. കുത്തും കോമയൊന്നും അല്ല മയക്കി കിടത്തിരിക്കുവാ. കോമായൊന്നുമല്ലടാ മയക്കി കെടുത്തിരിക്കുവാ സിസ്റ്റർ. ഡിവൈഎസ്പിയായിട്ടൊരു മീറ്റിംഗ് അതിൽ കുടുങ്ങിപ്പോയി. ഇപ്രാവശ്യം പെരുന്നാളെല്ലാം കഴിഞ്ഞ പെരുന്നാളിന്റെ അത്ര ഒരു മജ ഇല്ലായിരുന്നടാ. ആ സാബു അന്നേ ആ പഴയ അപ്പാവികളെ കൊണ്ടാണ് പിന്നെയും വന്നത്. പിന്നെ എന്തെങ്കിലും ആകട്ടെ എന്ന് വെച്ച് ഞാനൊന്ന് പതപ്പിച്ചു വന്നപ്പോൾ അമ്മച്ചിയുടെ കയറി കുളക്കി. സാവിനെ പിള്ളേരെ ഞാനങ്ങ് പൊക്കി. അപ്പോഴല്ലേ കാര്യം അറിയുന്നത്. എന്റെ ജോസേട്ടായി കഴിഞ്ഞ പെരുന്നാളിന് ജോസേട്ടായുടെ അടിക്കുള്ള തിരിച്ചടിയല്ല ഈ അടി ഇവനുള്ള ഒട്ടേഷനാ തൃശ്ശൂരിന്ന് ജറിക്കും. ആ ആര് എന്നാത്തിന് ഐശ്വരി അപ്പൊ കാര്യം അറിയാതാണോ ഇടി മൊത്തം ഇടിച്ചത്. ഓ എന്റെ ജോസേട്ടായി ഇവന് തൃശ്ശൂരുള്ള ഏതോ ഒരു നായര് പെങ്കൊച്ചുമായിട്ട് പ്രേമം. ഇന്ദു എന്നെങ്ങാണ്ട് അതിന്റെ പേര്. അവിടുത്തെ വലിയ മിലിറ്ററി ഫാമിലിയാ. എത്രാമത്തെയാടാ? എന്റെ പൊന്നേട്ടെ സത്യമായിട്ട് എനിക്കറിയത്തില്ല. ഏതായാലും ആ പെങ്കൊച്ചിന്റെ കല്യാണം രഹസ്യമായിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോവാണ്. ഇതതിന്റെ ചെറി ഞാൻ ഈ കേട്ടതൊക്കെ നേരാന്നോ? എടാ നിന്റെ ജോസേട്ടാരിയാതെ നീ കല്യാണം കഴിക്കാൻ പോവായിരുന്നു. എൻ്റെ ചന്തൻ ചാരത്തിന് എനിക്കൊരു പേരപ്പന്മാരും വേണ്ട. എൻ്റെ ഈ ജോസേട്ടായി എനിക്ക് ഇച്ചപ്പാട് തന്നാൽ മതി എന്ന് ഇത്രയും കാലം പറഞ്ഞു നടന്നിട്ട് നീ ഞാനറിയാതെ കെട്ടാൻ പോവായിരുന്നല്ലടാ. ഓ മയക്കി കെടുത്തിരിക്കുവാണല്ലോ രവി സാറേ. ഓ എൻ്റെ ചെറുക്കൻ ഇങ്ങനെ കിടക്കുമ്പോൾ അവളുടെ കല്യാണം ഉറപ്പിക്കാൻ നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. സമ്മതിക്കരുത്. അവളെ പൊക്കണം. നമ്മുടെ ചെറുക്കൻ കണ്ണു തുറക്കുമ്പോൾ അവന്റെ കണ്ണുമ്മി കൊണ്ടു നിർത്തണം. അതാണ് ഹീറോയിസം. അതാണ് ഞങ്ങളുടെ ജോസേട്ടായി. സാർ ശരിക്കും ഒരു പോലീസുകാരൻ തന്നെയാണോ? പോലീസുകാരനാ, മനുഷ്യരല്ലയോ ഇത്? ഞങ്ങൾ കൂട്ടുകാരുടെ അഭിമാനം. ഞാൻ വിളിച്ച് പറഞ്ഞോളാം. അവിടുത്തെ സി എന്റെ ഫ്രണ്ടാ രമേശൻ. അതിന് ജോസേട്ടായി കൊച്ചിന്റെ വീടാണെന്നറിയോ? ഇല്ല. ഫോൺ നമ്പർ അറിയോ? ഇല്ല. പിന്നെ എവിടെയാണെന്ന് അതിപ്പോ ഇവരോട് ചോദിച്ചാൽ മയക്കി കിടത്തിരിക്കുക. എന്റെ പൊന്ന് സാറേ, ആ ഫോൺ എടുത്ത് ചരിച്ചു പിടിച്ച് നോക്കിയാൽ എന്റെ പാറ്റേൺ അറിയാൻ പറ്റും. എന്റെ ലോക്ക് അടിച്ചിട്ട് കോണ്ടാക്ട് ചെയ്താൽ പോരെ? സിസ്റ്റർ ഒന്ന് വിളിച്ച്. യു 5 ഇന്ദുമാരുണ്ട്. ഹിന്ദു ഇൻസ്റ്റ, ഹിന്ദു ബമ്പിൾ, ഹിന്ദു +2, ഹിന്ദു ടിൻഡർ, ഹിന്ദുസ്. ഈ ഹിന്ദു ഇൻസ്റ്റ, ഹിന്ദു +2 ഒക്കെ മനസ്സിലായി. പക്ഷെ ഈ ബമ്പിളും ടിൻഡറും ഒക്കെ ആരാ? അപ്പന്മാരാന്നോ? അല്ല, ഡേറ്റിംഗ് ആപ്പാ. ഓ ഹലോ. എന്തു പറ്റി? 2 വർഷമായിട്ട് ഒരു വിവരം ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ ഇത് റോങ് നമ്പറാ. കുറച്ച് കഴിഞ്ഞ് ഞാൻ എന്റെ നമ്പറിൽ നിന്ന് വിളിക്കാം. ഏട്ടാ ഇതിനിടക്ക് പൊട്ടു വെച്ചോളം നടത്തല്ലേ, നീ വേഗം വിളിച്ചേ. സോറി ഏട്ടെ, അറിയാവുന്ന ട്രാക്ക് മാറി. വിളിക്കും. ഹലോ എന്തു? നീരു, അവള് മുകളിൽ എന്ത് ചെയ്യാൻ നോക്ക് നീരു. താഴേക്ക് വരാന്ന് പറഞ്ഞു കുറെ നേരായി. ചെക്കന്റെ വീട്ടുകാരിപ്പ് ഇങ്ങോട്ട് വരുന്നു. അമ്മയ്ക്ക് മുകളിൽ കയറി നോക്കിയാ എന്താ? എന്നിട്ട് വേണം ഏട്ടന്മാരോടുള്ള ദേഷ്യം എന്നോട് തീർക്കാൻ. നിങ്ങളോട് എല്ലാവരോടും ആരാ പറഞ്ഞു എവിടെങ്കിലും താലുവാൻ കളിക്കാൻ? എന്താടി കോൾ പ്രതിഷേധവാരനും ടീംസും ഏതാനും കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ വീട്ടിലെത്തുന്നതാണ്. അപ്പോൾ എന്താണ് മിസ് ഇന്ദുലേഖയുടെ ഫ്യൂച്ചർ പ്ലാൻ? നീ ഒന്ന് മിണ്ടാതിരുന്നേ നീരു. അല്ല, ജെറിച്ചേട്ടൻ്റെ ടീംസ് ഇതുവരെ വരാത്ത സ്ഥിതിക്ക് നമുക്കൊരു പ്ലാൻ ബി വേണമല്ലോ. നിശ്ചയവും തേങ്ങയും ഒന്നും നടക്കാൻ പോകുന്നില്ല. നീ നോക്കിക്കോ, അവര് വരും, ഞാൻ കൂടെ പോവുകയും ചെയ്യും. ദൈവം പുളിയും കമ്മിലാന്നല്ലോ കയറി പിടിച്ചേക്കും.
ആരാ? എന്താ കാര്യം? കാര്യം എന്നാന്ന് ചോദിച്ചാ ഒരു കല്യാണക്കാരിയോട്ട് വന്നതാ. ചെറുക്കൻ നിങ്ങൾ പറഞ്ഞാൽ അറിയും. ജെറി നല്ല പള്ളിമുറ്റത്ത് വെച്ച് തല്ലി പഞ്ചറാക്കി ബോധം കെടുത്തിയില്ലേ? ഇപ്പം ആശുപത്രിയില്ല, മയക്കി കിടത്തേക്കുവാ. ഈ കൊച്ചുമാനും തമ്മിൽ ഇഷ്ടമാണ്. അവരെ കല്യാണം അങ്ങ് നടത്തി കൊടുക്കണം. അതേ നടക്കൂ. എൻ്റെ പൊന്നു ബ്രോ, പഴയ കാലമല്ല, പുതിയ പിള്ളേരുടെ കാലമാ. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ആദ്യമേ അങ്ങ് പറഞ്ഞേക്കാം. നമ്മൾ 3 പേരും 3 വഴിക്ക് സന്തോഷമായിട്ട് പിരിയാൻ പോവുക. ഈ കൊച്ചും ചെറിയും കൂടെ അവരുടെ വഴിക്ക്, ഇതിനെ കൊണ്ട് അവനെ ഏൽപ്പിച്ചിട്ട് ഞാൻ എൻ്റെ വണ്ടിയും കൂടെ എൻ്റെ വഴിക്ക്. എൻ്റെ പൊന്നു മാതാവേ, ഇത് എന്നാ ഭാവിച്ചോട്ടാ? ആ തള്ളയെ കൊണ്ട് എന്നെ കൊല്ലിക്കാനുള്ള പരിപാടി വല്ലതും ആണോ? ഓ, ഇതെന്നാടി അവനെ അടിച്ചത്? Okay. Now they're gone. What is happening? അയ്യോ ചുമ്മാ ജോസായിട്ടാണ് ഒരു കീഴ്വഴക്കോ. ഇതിന്റെ ഗുണം ചേച്ചിക്ക് ഉടനെ മനസ്സിലാവും. വിഷമിക്കാനൊന്നും ഇല്ലെന്നേ. പ്രേമകല്യാണം ആവുമ്പോൾ ഇങ്ങനെയൊക്കെ കാണും. ഞാൻ എൻ്റെ കൂട്ടുകാരനായിട്ട് പറയുമല്ലോ കേട്ടോ. ചെറിയ കുഞ്ഞിനെ വിശ്വസിക്കാം. അവനൊരു നിഷ്കളങ്കനാണെന്നേ കണ്ടാൽ അറിഞ്ഞൂടെ. അവൻ ഒരിക്കലും ചതിക്കല്ല. ആ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി. പിന്നെ നമ്മൾ ചെല്ലുന്ന കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതൊരു സർപ്രൈസാ. ഞെട്ടിക്കുമല്ലടാ. സർപ്രൈസ് കൊടുക്കുന്നത് ജോസേട്ടായുടെ ഒരു മെയിൻ ഐറ്റം ചേച്ചി. അവനെന്തിയാടാ? അതുണ്ട്, ഞങ്ങളൊരു ഫോൺ വന്നു പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയതാ. കൊട്ടൻസ് ഒന്നും പൊട്ടിച്ചിട്ടില്ല. സർപ്രൈസ് കൊടുക്കുന്നത് ചേട്ടാ എന്നെ. നമസ്കാരം. മാത്തു കുടിച്ചായോ? മാത്തു കുടിച്ചായോ? എവിടെ കയറി പോരുന്നേ? ഇനി ഇത് നമുക്ക് മാത്തു കുടിച്ചായോ? നാണ്ട് മുറ്റത്തൊരു മാലാ കുഞ്ഞു വന്ന് നിൽക്കുന്നു. ഇതാരാടാ ജോസേ? പറയാവുന്നേ, അവനെ വിളി. ചെറിയേ, എടാ ചെറിയേ, ഒന്ന് ഇറങ്ങി വേടാവേ. പരിപാടിയെല്ലാം ഒപ്പിച്ചു അവൻ കിടന്ന് ഉറക്കമാണെന്ന് തോന്നുന്നു. എടാ വാടാ. ആ ജോസേട്ടേ, എന്നാ നീ എന്നാടാ നടാടിയെ കാണുന്ന പോലെ നോക്കുന്നത്? എടാ കാര്യങ്ങൾ നല്ല വ്യക്തമായിട്ടും ശക്തമായിട്ടും പറഞ്ഞു കൊടുക്കണം അതിൻ്റെ അപ്പനോടും അമ്മയോടും. അല്ല ജോസേട്ടേ, എന്നാ സംഭവം എന്നാ? ഇതാരാ ഈ പെങ്കൊച്ചാരാ? കൊച്ചിന് ആളൊന്നും മാറിപ്പോയിട്ടില്ല. ബന്ധനല്ലേ ആള്? എടാ അടി കൊണ്ടപ്പോ ഇവന്റെ കിളിവെല്ലാം പറഞ്ഞു പോയോ? എടാ ചെറിയ, ഇത് നിന്റെ കാമുകിയാ, നീ പ്രേമിച്ച പെണ്ണ് ഹിന്ദു. ജോസേട്ടാ, എനിക്ക് ഹോസ്പിറ്റലിൽ പോകുന്നതേ ഭയങ്കര ക്ഷീണം. സെഡേഷനൊന്നും പോയിട്ടില്ലേ? ഞാൻ ഒന്ന് കിടക്കാണേ. ഗുഡ് നൈറ്റ്. ശരി. ഗുഡ് നൈറ്റ്. तो ये गया. എന്നാ പിന്നെ ജോസേട്ട ഈ മാലാ കൊച്ചിനെ വിളിച്ചോണ്ടങ്ങ് പോയായിരുന്നെങ്കിലേ ഞങ്ങൾക്ക് കഞ്ഞിയും കുടിച്ച് കുരിശും വരച്ച് കിടക്കായിരുന്നു. അല്ലേലും എന്നെ പറഞ്ഞാൽ മതിയല്ലോ. കാളെ പറ്റുമെന്ന് കേട്ടാ ഉടനെ ഓടും. എൽമേ പാലുടക്കാൻ പാത്രം മേടിക്കാം. അല്ലെങ്കിൽ എന്നെ പറയുന്നത് കൊച്ചിനെ പറഞ്ഞാൽ പോരെ? കൊച്ചിന്റെ കണ്ണിലെന്താ മത്തങ്ങയാണോ? കാര്യം അവന്റെ കൊച്ചിനൊക്കെ തന്നെയാ. എന്നാലും കൊച്ചിന് അവനെ കണ്ടാൽ തന്നെ അറിഞ്ഞുകൂടി. ഇപ്പൊ എന്നാ വേണ്ടേ? ചുമ്മാ കടലപ്പിണ്ണാക്ക് വിഴുങ്ങിയ പോലെ ഇരിക്കാതെ മാതറൊന്ന് പറ കൊച്ചേ. വീട്ടിൽ കൊണ്ടാകട്ടെ. വേണ്ട, ഇത്രയൊക്കെ ചെയ്തിട്ട് ഞാനിനി ഇങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. പിന്നെ ഞാൻ എന്നാ വേണ്ടേ? പൂച്ചയെ കൊണ്ടേ കളയുന്ന പോലെ ചാക്കി കെട്ടി പുഴയെ കൊണ്ടേ തള്ളട്ടോ? എന്നെ ഒരു ചെന്നൈ ബസ്സിൽ കയറ്റി വിട്ടാൽ മതി. ഞാൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ആ, ഏതായാലും നന്നായി. നീ ഇപ്പൊ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ചെന്നൈ എങ്കിൽ ചെന്നൈ. ആശാനെ, ഈ കൊച്ചിനെ ആ ചെന്നൈയിലൊന്ന് ഇറക്കിയേക്കണേ. ആ വാ കയറ്. പൈസ ഉണ്ട്? പൈസ അത് ഞാൻ ഉണ്ട്. ഗൂഗിൾ പേ ചെയ്തോളാം. ചേട്ടായി ആ ചേച്ചി എന്നാ ഇത്? മിണ്ടരുത്, ചതിയ.
എടാ ഒരു ഏനക്കേട് വന്നപ്പോൾ എല്ലാവരും കൂടെ എന്നെ ഇട്ട് ചൂടി രക്ഷപ്പെട്ടില്ലേ? സോറി ചേട്ടായി. ഇങ്ങോട്ട് ടെൻഷൻ കാരണം ഇന്ന് 2 അടിക്കാതെ ഉറക്കം വരികയില്ല. വേണ്ടാത്ത വണ്ടി മേലേക്കെടുത്ത് തലയെ വെച്ച് ഊനം തെറ്റിയിരിക്കുക. ഇതെന്നാടാ തീയാ? ഓ നിന്നോട് വീടിന്റെ മുമ്പിൽ ഒരു വെട്ടവും പിടിച്ചു. ആ തള്ള എന്നോടുള്ള ദേഷ്യം കൊണ്ട് വീടിന് തീ വെച്ച. ഞാൻ അങ്ങോട്ടേക്കും കയറിയില്ല. എന്തിനാ പോയി പണി മേടിക്കുന്നത്? തീയിട്ടാണെങ്കിൽ അമ്മച്ചി എന്നെയും കൂടെ കത്തിക്കും. ഇതാ റോസക്കുട്ടിയെ ഇതുവരെ ഉറങ്ങിയില്ലേ? വീട്ടിലെന്നെ ഒരു ചുവന്ന വെളിച്ചം. ക്രിസ്മസ് സ്റ്റാർ നേരത്തെ കിട്ടിയായിരുന്നു. സ്റ്റാർ നോക്കിയല്ലോടാ. അതിനെ വീട്ടിൽ കൊണ്ട് കിട്ടും. അയ്യോ അമ്മച്ചി ഞാൻ അത് പെരുന്നാൾ കൂടാൻ വരരുതെന്ന് പറഞ്ഞു വണ്ടി കാശും തന്നു വിട്ടല്ലേടാ ഞാൻ നിന്നെ. ഇപ്പൊ കളിച്ച് പെൺകുട്ടിയാണ് ജീവിതം വെച്ച് കളിക്കാൻ തുടങ്ങിയോടാ അറിയുന്നീ. മര്യാദയ്ക്ക് അതിന്റെ വീട്ടിൽ കൊണ്ട് വിട്ടേച്ച് നീ വന്നാ മതി. ഫോൺ അല്ല അത് അമ്മച്ചി നമ്മുടെ ജെറിയല്ലേ, ജെറി തട്ടിയതാവും. പണി വാഴ ചേട്ടാ. കൂഴച്ചക്ക പരുവത്തിലായി. തള്ള പറഞ്ഞതാ. പണിയാവൂടാ. മിലിറ്ററിയിലെ വലിയ ഓഫീസർമാരാ, നാട്ടിലെ പ്രമാണിമാരും. നാട് നിൽക്കുന്നതാ ബുദ്ധി. അത് ശരി. അപ്പൊ നീയല്ലേ പറഞ്ഞ പെണ്ണിനെ പൊക്കുന്നതാണ് ഹീറോയിസം? ഈ ജോസേട്ടിന്റെ ഹീറോയിസം കറക്റ്റാ. അതിന്റെ ജെറി കയറി വില്ലനാവുമെന്ന് ഞാൻ വിചാരിച്ചു. അവനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ. അവനോടൊന്ന് ആലോചിക്കാതെ തന്നെ നമ്മൾ ചാടി പുറപ്പെട്ടത് മഹാമണ്ഡലത്തിലായി. പെങ്കുച്ചെന്തി അതിനെ ഞാൻ ചെന്നൈക്ക് കയറ്റി വിട്ടു. ജോസിനെ പെങ്കുച്ചിനെ എത്ര പെട്ടെന്ന് വീട്ടിൽ കൊണ്ടുപോയി നാക്കാൻ നോക്ക്. അടിപിടി കേസ് നമുക്ക് എങ്ങനെയെങ്കിലും നേരെയാക്കാം. ഇത് കിഡ്നാപ്പിംഗ്, വുമൺ കിഡ്നാപ്പിംഗ്. അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. എന്റെ ഫ്രണ്ട് സി രമേശ് സാറില്ലേ, പുള്ളി ഒന്ന് വിളിച്ചു നോക്കിയാലോ? വിളിക്കണ്ട, പുള്ളി ഡിവൈഎസ്പിയുടെ കൂടെ മേളിൽ നിൽപ്പുണ്ട് ജോസേട്ടെ അറസ്റ്റ് ചെയ്യാൻ. കൊച്ചേ ആകെ പ്രശ്നമായി. വീട്ടിലാകെ പോലീസും വെട്ടോളൊക്കെ വന്നിരിക്കുക. ഒന്ന് ഇറങ്ങിക്കവാ. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞതല്ലേ? എന്ത് പറഞ്ഞാലും ഇങ്ങനെ കൊച്ചിന്റെ വീട്ടിൽ കൊണ്ടാക്കാതെ എന്നെ എന്റെ അമ്മച്ചി എന്റെ വീട്ടിൽ കയറ്റാന്നാ പറഞ്ഞിരിക്കുന്നത്. റോസാക്കുട്ടി പറഞ്ഞ കട്ടായവാ. എനിക്ക് പറ്റില്ല. അങ്ങനെ പറയല്ലേ പ്ലീസ് ഒന്ന് ഇറങ്ങാവോ. അമ്മച്ചി എന്നെ വീട്ടിൽ കയറ്റത്തില്ലെന്നേ. എനിക്കാണെങ്കിൽ അമ്മച്ചി ഇല്ലാതെ ഉറക്കവും വരത്തില്ല. കൊച്ചു വന്നാട്ടെ. കൊച്ചു വാന്നേ. ഞാനൊന്ന് പോയി തരാമോ? അല്ലെങ്കിൽ തന്നെ മനുഷ്യനെവിടെ പൊളിഞ്ഞിരിക്കുക. തന്നോട് ഞാൻ പറഞ്ഞു തുവാലും പൊക്കി പിടിച്ചോണ്ട് എന്റെ വീട്ടിൽ വന്ന് പട്ടിഷോ കാണിക്കാൻ. ഇപ്പൊ അങ്ങനെയായോ? അരിയിൽ നിന്ന് അച്ചയും കടിച്ച് മൂപ്പിൽ തന്നെ നിക്കറിന്റെ വള്ളി കടിച്ചു പറിച്ചിട്ടും പട്ടിക്ക് പിന്നെ മുറിപെടുപ്പെന്ന് പറഞ്ഞ പോലെയല്ലോ. കൊച്ചു ഇറങ്ങുന്നുണ്ടോ? മര്യാദക്ക് താൻ പുറത്തേക്ക് ഇറങ്ങില്ലേ തന്നെ ഞാനിപ്പോ പിടിച്ച് പുറത്തിറങ്ങോ. പോയില്ലായി എല്ലാരും കൂടെ മുറിവുറുക്കാണോ? എന്തൊരു മലയാളിയാണെങ്കിൽ ഇങ്ങനെ വേണം. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് പോലും ഇത്ര നല്ല ഓർമ്മ ഉണ്ടായിട്ടില്ല. ചേട്ടാ ഒന്ന് മാറിക്കോ. സിജോ നീ വണ്ടി കൊണ്ട് വീട്ടിലിട്ടേക്ക്. ഇടക്കിടക്കൊന്ന് പോയി നോക്കണേ, അല്ലെങ്കിൽ അമ്മച്ചി ആ വണ്ടിക്ക് തീയിടും. ഞാനൊന്ന് ചെന്നൈ വരെ പോവുക, ആരോടും പറയണ്ട. So दोस्तों ये था पोस्ट इंट्रो सीन ऑफ ममोटी सर एंड दिस फुल सीन वाज फिल्ड विद कॉमेडी गाइस एंड सो दिस इज गोइंग टू मेक यू लाफ अ लॉट. एंड यहाँ ममोटी सर का जो एक्टिंग है ना बहुत ही कमाल का था. एंड जिस तरह का डायलॉग्स आपको सुनने को मिलेगा वो बहुत ही फ़नी था. एंड यहाँ जो इंदु को वो लेके आए थे वो इंदु नहीं थी जिसको वो लेके आए थे. एंड टिंडर में और किसी इंदु को वो मैसेज किया था, कॉल किया था. सो लाइक इट वाज वेरी वेरी फनी. सो यहाँ जो लड़की है वो तो अभी निकल चुकी है चेन्नई. सो लेट्स सी अभी क्या कुछ होता है कहानी में. एंड दिस इज गोइंग टू रियली वेरी इंटरेस्टिंग. सो आई होप यू लाइक वीडियो एंड इफ यू आर हियर फॉर द फर्स्ट टाइम डोंट फॉरगेट टू लाइक एंड सब्सक्राइब माय चैनल. तो मुलाकात होगी अगले रिएक्शन वीडियो के साथ. तब तक बाय बाय.